ഹായ് മുത്തശ്ശി, ഈ നെയ്യപ്പത്തിന് എന്തൊരു മണമാണ്. എങ്ങനെയാണ് മുത്തശ്ശി ഈ നെയ്യപ്പത്തിന് ഇത്രയും രുചി വരുന്നത്? നെയ്യപ്പം കൊള്ളാവോ? ഇഷ്ടമായോ? എന്ത് രുചിയാണ് ഇതിന്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മുത്തശ്ശി, ഈ നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത് നല്ല വറുത്ത അരിപ്പൊടിയും ശർക്കരയും എള്ളും പഴവും നെയ്യും ഏലക്കായും ഒക്കെ ചേർത്ത് എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്നതാ. ഇങ്ങനെയാ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. നല്ല രസമുണ്ട് കേൾക്കാനും. അയ്യോ മുത്തശ്ശി, എന്റെ നെയ്യപ്പം കാക്ക തട്ടിക്കൊണ്ടുപോയി. അയ്യോ വേണ്ട മോളെ, കരയണ്ട. മുത്തശ്ശി മോൾക്ക് വേറെ തരാം. നല്ല മണം വരുന്നുണ്ടല്ലോ. എവിടെന്നാണ് ഈ മണം വരുന്നത്? നല്ല നെയ്യപ്പത്തിന്റെ മണമാണല്ലോ. ഈ കാട്ടിൽ ഇത് എവിടെന്നാണ് നെയ്യപ്പത്തിന്റെ മണം? ഓ, കൊതി കൊണ്ടെന്റെ വായിലൂടെ ഇപ്പൊ കപ്പലോടിക്കാം. ഓ, അപ്പോൾ അവിടെ നിന്നാണ് ഈ മണം. ഈ കാക്കയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഈ നെയ്യപ്പം? ഇവളോട് കുറച്ച് ചോദിച്ചാലോ? മുഴുവനും ചോദിച്ചാ തരില്ല. പകുതിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും സൂത്രം ഒപ്പിച്ചാൽ ആ നെയ്യപ്പം തട്ടിയെടുക്കാം. ലാലാ ലലാ, ലാലാ ലലാ, ലാലാ ലലാ, ലാലാ ലലാ. ഇതെന്താ കുറുക്കച്ച പാട്ടൊക്കെ പാടി? നല്ല സന്തോഷത്തിലാണല്ലോ. ലാലാ ലലാ, ലാലാ ലലാ, ലാലാ ലലാ, ലാലാ ലലാ. പാട്ട് കേൾക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ? ലാലാ ലലാ, ലാലാ ലലാ, ലാലാ ലലാ. നന്നായിട്ടുണ്ട്. പക്ഷേ ഈയിടെയായി കാട്ടിലൊരു സംസാരമുണ്ട്. എന്നെക്കാൾ നല്ല പാട്ട് നിന്റെയാണെന്ന്. ശരിയാണോ? ആണോന്നോ? എന്റെ പാട്ടിനോട് മത്സരിക്കാൻ കുയിലിനു പോലും ആവില്ല. എങ്കിൽ കാക്കപ്പെണ്ണേ, നീ ഒരു പാട്ട് പാടാമോ? ഇതാണോ നിന്റെ പാട്ട്? ഇതിന് ടെമ്പോ പോരാ, സംഗതി തീരെയില്ല. ഓ, ഒന്ന് വ്യക്തമായി പാടൂ, അപ്പം കിട്ടും. അപ്പങ്ങളും പാടും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അപ്പം കിട്ടുമെന്ന്. അപ്പം എനിക്ക് തന്നെ കിട്ടി. ഒരു പാവം കഴുത വളരെ വിഷമത്തിൽ കാട്ടിലൂടെ ഏറെ നേരമായി നടന്നു വരികയായിരുന്നു. എനിക്കും ബുദ്ധി വരും, ഞാനും ബുദ്ധി നേടും. നോക്കിക്കോ. പാവം കഴുത
അങ്ങനെ ദുഃഖത്തോടെ നടന്നു വരുമ്പോ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന ഒരു കുട്ടി സീബ്രയെ കാണാനിടയായി. ഏയ് കൂട്ടുകാരാ, ഒന്ന് എഴുന്നേറ്റേ. നല്ല ഉറക്കത്തിലായിരുന്നു കുട്ടി സീബ്ര. തന്നെ വിളിച്ചുണർത്തിയതിൽ കടുത്ത ദേഷ്യം തോന്നിയ സീബ്ര പക്ഷെ അതൊന്നും പ്രകടമാക്കാതെ പറഞ്ഞു, എന്താ എന്താ ചങ്ങാതി, പറയൂ. അതെ കൂട്ടുകാരാ, ഞാൻ ഗ്രാമത്തിൽ നിന്നും വരുവാ. ഓ ആയിക്കോട്ടെ, വളരെ സന്തോഷം. അതല്ല ചങ്ങാതി. ഓ പിന്നെ എന്താണെന്നൊന്ന് പറ. അതെ ചങ്ങാതി, ഞാനൊരു ബുദ്ധിശാലിയാണ്. പക്ഷേ കുറച്ചുകൂടി ബുദ്ധി എനിക്ക് വേണം. അതിന് എന്നെ ഒന്ന് സഹായിക്കാമോ? എങ്ങനെ സഹായിക്കണം? എനിക്കാണേൽ നിങ്ങളുടെ അത്രയും ബുദ്ധിയൊന്നുമില്ല. അപ്പോ ഞാൻ എങ്ങനെ നിങ്ങളെ സഹായിക്കും? ആ, അതെനിക്കറിയാം ചങ്ങാതി. എനിക്ക് കാട്ടിലെ മികച്ച വൈദ്യനാരാണെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഓഹോ, അതാണല്ലേ കാര്യം. അമ്പടാ, ഈ കാട്ടിൽ മിടുക്കനായ ഒരു വൈദ്യൻ മാത്രമേ ഉള്ളൂ. ആരാ അത്? കുറുക്കൻ വൈദ്യൻ. പേരുകേട്ട വൈദ്യനാ. ബുദ്ധി കൂടാനുള്ള മരുന്നൊക്കെ വൈദ്യന്റെ കയ്യിലുണ്ട്. സത്യമാണോ? അതെ. ഹോ, എന്തോരം മൃഗങ്ങളാ ബുദ്ധിയും വാങ്ങിക്കൊണ്ടുപോകുന്നത്. ദേ ആ വഴി പോയാ മതി, വൈദ്യന്റെ ഗുഹ കാണാം. ഒത്തിരി സന്തോഷം. ഓ ചെല്ല് ചെല്ല്. അങ്ങനെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്നെ ശല്യപ്പെടുത്തിയാൽ ഇങ്ങനെ ഇരിക്കും. കുറുക്കൻ വൈദ്യൻ തന്റെ ഗുഹയോട് ചേർന്നുള്ള മരച്ചുവട്ടിൽ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വൈദ്യന്റെ സഹായി കിട്ടൻ കരടി അവിടേക്ക് ചെല്ലുന്നത്. ആശാനിതെന്തു പറ്റി? ഒന്നും പറയണ്ടടോ. ഗുഹയുടെ പണി പകുതി ആയതേ ഉള്ളൂ. പുഴക്കരയിലെ ഉരുളൻ കല്ലുകൾ ഇനിയും കുറേ വേണ്ടി വരും. പണിക്കാണേ ആരും കിട്ടുന്നുമില്ല. ഞാൻ ആകെ വിഷമത്തിലാണ്. അതെന്തു പറ്റി ആശാനെ? പണി ചെയ്യുന്നവർക്ക് കൂലി വേണമെന്ന്. എന്തൊരു കഷ്ടമാണ്. നമസ്കാരം വൈദ്യരെ. ഓ അങ്ങനെ തന്നെ. താൻ ആ ചിന്നം കഴുതയുടെ കുട്ടിയല്ലേ, അടുത്ത കാട്ടിലെ? അയ്യോ അല്ല അല്ല, ഞാൻ ഗ്രാമത്തിൽ നിന്നും വന്നതാ. എന്തിനാ വന്നത്? ഓ, വൈദ്യരെ കാണാൻ. ആ കണ്ടോ, ഇപ്പൊ വെറുതെ കാണാൻ ഞാൻ നിന്ന് കൊടുക്കില്ല. പിന്നെ താൻ ഗ്രാമത്തിൽ നിന്ന് വന്നതുകൊണ്ട് ദേ കണ്ടോ, എനിക്ക് നിറയെ ആരാധകരുണ്ടെന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ട് താൻ വിശ്വസിച്ചോ? വൈദ്യരെ, എന്റെ ബുദ്ധി ഒന്ന് കൂട്ടണം, അതിനാ വന്നത്. ബുദ്ധി കൂട്ടാനോ? അതെ വൈദ്യരെ, മറ്റുള്ളവരെ പോലെ ബുദ്ധി ഉപയോഗിച്ച് എനിക്കും പ്രശസ്തനാകണം. ബുദ്ധി എത്ര കിലോ വേണ്ടി വരും? എത്രയാണേലും കുറയാതെ വേണം. ആ അപ്പൊ തനിക്ക് ബുദ്ധി വേണം, അതും കിലോ കണക്കിന്. ആ അതെ, പറ്റിയാൽ കുറച്ച് നൃത്തവും പാട്ടും കൂടി പഠിക്കണം. ഇവനെ കൊണ്ട് ഗുഹയുടെ പണി മുഴുവനും ചെയ്യിക്കാം. ആ ശരി, കുറച്ച് ദിവസം ഇവിടെ താമസിക്കണം. ഓ താമസിക്കാം. ബുദ്ധി കൂടുവോ? ആ കൂടും കൂടും. ഈ കരടിയെ കണ്ടോ, ബുദ്ധിരാക്ഷസനാ. അത്രയും ബുദ്ധി മതിയോ? മതി. ആ എന്നാ ഞാൻ പറയുന്നതൊക്കെ കൃത്യമായി ചെയ്തു തുടങ്ങിക്കോ. എല്ലാം ചികിത്സയുടെ ഭാഗമാണ്. അങ്ങനെ ബുദ്ധി കൂടാനായി എത്തിച്ചേർന്ന കഴുത കുറുക്കൻ വൈദ്യൻ പറയുന്നതനുസരിച്ച് ഓരോ ജോലികളും കൃത്യമായി ചെയ്തു തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം ഓ അങ്ങനെ എൻ്റെ ഗുഹയുടെ ജോലികളെല്ലാം ആ മണ്ടൻ കഴുത ഉണ്ടായോണ്ട് കഴിഞ്ഞു. ഇനി പരിസരം ഒന്ന് വൃത്തിയാക്കണം. ആശാനെ, അലറണ്ട, എനിക്ക് കേക്കാം. പറഞ്ഞോളൂ. ആ കഴുതയുടെ ബുദ്ധി ഇപ്പൊ എത്ര കൂടി? ഇപ്പോ പകുതി കൂടി. കുറച്ചു കാലം കൊണ്ട് മുഴുവൻ കൂടും. എന്നെക്കാൾ ബുദ്ധി വെക്കുമോ? ഏയ്, അങ്ങനെ ഞാൻ ചെയ്യുമോ? നീയല്ലേ ഈ കാട്ടിലെ ബുദ്ധിരാക്ഷസൻ. വേഗം ചെന്ന് തേനെടുക്ക്. ആ കഴുതയെ കൊണ്ടുപോയി കുറച്ച് തടിയും കൂടി കൊണ്ടുവാ. ശരി ആശാനെ.
ഇങ്ങനെ കുറച്ച് മണ്ടന്മാരുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അല്ല കരടിച്ചാട്ടാ, ഞാൻ വന്നിട്ട് കുറച്ചു കാലമായില്ലേ? ഇനിയും ഒത്തിരി ഞാൻ കാത്തിരിക്കണോ ബുദ്ധി വയ്ക്കാൻ? പിന്നെ വേണം. നീ നടന്നോ, ഞാൻ തേനെടുത്തിട്ട് വരാം. ശരി അമ്മേ. ഇതൊക്കെയും മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് ഒരു പഞ്ചവർണ്ണ തത്ത കാണുന്നുണ്ടായിരുന്നു. തത്ത പതിയെ കഴുതയുടെ അടുത്തേക്ക് പറന്നിറങ്ങി പറഞ്ഞു, അല്ല, ഞാൻ നിങ്ങളെ കുറച്ചു കാലമായി കാണുന്നു. നിങ്ങൾ ഈ കാട്ടിലുള്ളതാണോ? ഏയ് അല്ല, ഞാൻ ഗ്രാമത്തിൽ നിന്നും വന്നതാ. എന്തിന്? കഴുതക്കുട്ടൻ താൻ കാട്ടിൽ വരുന്നതിനുള്ള കാരണം പഞ്ചവർണ്ണ തത്തയോട് വിശദമായി പറഞ്ഞുകൊടുത്തു. അത് കേട്ട് തത്ത ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. നിങ്ങളൊരു മണ്ടൻ തന്നെ. എന്നെ മണ്ടനെന്ന് വിളിക്കരുത്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാനാകും കാട്ടിലെ ഏറ്റവും ബുദ്ധിയുള്ള മൃഗം. ഇതൊക്കെ ആ സൂത്രശാലി കുറുക്കൻ പറഞ്ഞതാവും അല്ലേ? ഒരു കാര്യം ഞാൻ പറയാം. ആ കുറുക്കൻ ആളൊരു കള്ളനാണ്. സ്വന്തം കാര്യത്തിനാണ് കുറുക്കൻ നിങ്ങളെ ചികിത്സയെന്നൊക്കെ പറഞ്ഞു നിർത്തിയത്. അല്ല, കുറുക്കൻ വൈദ്യൻ ആളൊരു കേമനാണ്. കുറുക്കൻ ഒരു പിശുക്കനാണ്. കൂലി കൊടുക്കാതെ കുറുക്കൻ തന്റെ ഗുഹയുടെ ജോലികൾ തീർത്തു. കഷ്ടം തന്നെ നിന്റെ കാര്യം. നിങ്ങൾ നുണ പറയുകയാ. കാട്ടിലെ ബുദ്ധിജീവി കരടിച്ചേട്ടനാണ്. കരടിച്ചേട്ടനേക്കാൾ ബുദ്ധി വൈദ്യൻ എനിക്ക് വാങ്ങി തരും. എടാ മണ്ട, നിന്നെ കുറുക്കൻ പറ്റിച്ചതാ. ഞാൻ തെളിയിച്ചു തരാം. എന്റെ ഒപ്പം വാ. കഴുതയും തത്തയും കൂടി കരടിയുടെ അടുത്തേക്ക് നടന്നു. കരടി ചേട്ടാ, എന്താ തത്തപ്പെണ്ണേ? നിങ്ങൾ എങ്ങനെയാണ് വൈദ്യന്റെ കുടത്തിലേക്ക് ഈ തേനൊഴിക്കുന്നത്? ഇത് മുഴുവനും പുറത്തേക്ക് പോവില്ലേ? ഏയ്, ഒരിക്കലുമില്ല. ഈ കുടത്തിൽ നിന്നും ഞാൻ പതിയെ ആശാന്റെ വലിയ കുടത്തിലേക്ക് ഇതുപോലെ കമഴ്ത്തി അങ്ങ് ഒഴിക്കും. ഇപ്പൊ മനസ്സിലായി. നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ എല്ലാം മനസ്സിലായി. ശരി കരടി ചേട്ടാ, നന്ദിയുണ്ട്. ആ, എന്നാ ശരി. മണ്ടന്മാരുടെ ഓരോരോ സംശയങ്ങളെ. ആ മണ്ടന് ഇതുവരെ തേൻ നിലത്ത് പോയതുപോലെ മനസ്സിലായില്ല. കണ്ടോ നീ? ശരിയാണ്. എന്നെ ആ കള്ളക്കുറുക്കൻ പറ്റിച്ചു. അത് സാരമില്ല. നീ എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് പ്രശ്നം. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നന്നായി ജോലി ചെയ്യുന്നവരാണ്. അത് തന്നെയാണ് നിങ്ങളുടെ കഴിവ്. അതാദ്യം മനസ്സിലാക്കണം. ആ, എനിക്ക് മനസ്സിലായി. എന്റെ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞു. മിടുക്കൻ. ഓരോ ജീവിക്കും ഓരോ കഴിവുണ്ട്. ആടാൻ കുയിലുണ്ട്, ആടാൻ മയിലുണ്ട്, നീന്താൻ മീനുണ്ട്, അതുപോലെ പറക്കാൻ പക്ഷിയുണ്ട്. നമ്മൾ നമ്മുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ വളർത്താനാണ് ശ്രമിക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായി. ശരി, ചെന്ന് കുറുക്കനോട് കൂലി വാങ്ങി വാ. ജോലി ചെയ്താൽ കൂലി ചോദിച്ചു വാങ്ങിക്കണം. തത്തയുടെ വാക്കുകൾ കേട്ട കഴുത കുറുക്കന്റെ അടുത്തേക്ക് നടന്നു. ആശാനെ, ഞാനത് കുടത്തിലേക്ക് ഒഴിച്ചതാ. സത്യം. ഇനി നീ തേൻ കൊണ്ട് കളയുവോ? വൈദ്യരെ, വൈദ്യരെ, എന്താ കാര്യം? എനിക്ക് ബുദ്ധി വെച്ചു. ബുദ്ധിയോ? നിനക്കോ? അതെ. ഇല്ല, കുറച്ചു കാലം കൂടി കഴിഞ്ഞേ ബുദ്ധി വരൂ. അല്ല വൈദ്യരെ, എനിക്ക് ബുദ്ധി വെച്ചു. സംശയമുണ്ടോ? ഉണ്ട്. ശരി, ഞാൻ ഇതുവരെ പണി ചെയ്തതിന്റെ കൂലി എനിക്ക് തരണം. യവന് ശരിക്കും ബുദ്ധി വെച്ചല്ലോ. കൂലിയോ? എന്ത് കൂലി? അതെ, കൂലി തന്നില്ലേൽ ഞാൻ സിംഹരാജന്റെ അടുത്ത് പരാതി കൊടുക്കും. അയ്യോ, അങ്ങനെ ഒന്നും ചെയ്യണ്ട. കൂലിയല്ലേ, ഞാൻ തരാം. അങ്ങനെ കൗശലക്കാരനായ കുറുക്കനിൽ നിന്നും കൂലിയും വാങ്ങി കഴുത അവിടെ നിന്നും ഇറങ്ങി. താൻ വലിയൊരു കെണിയിലായിരുന്നു ചെന്നുപെട്ടതെന്ന് തിരിച്ചറിഞ്ഞ കഴുത തന്റെ ജീവിതം പഠിപ്പിച്ച അറിവുകളുമായി പതിയെ ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങി. ഒരിടത്തൊരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശി തന്റെ വീടും പരിസരവും എല്ലാം
എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു. പൂക്കളും ചെടികളും വെച്ച് പിടിപ്പിച്ച് തന്റെ വീടും പരിസരവും എപ്പോഴും ഭംഗിയായി സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ പക്ഷികളെയും ചെടികളെയും എല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന മുത്തശ്ശി മുറ്റത്തും മരക്കൊമ്പുകളിലും വന്നിരുന്ന കാക്കകളുമായി നിരന്തരം വഴക്കടിച്ചിരുന്നു. ശോ, ഈ കാക്കകളെ കൊണ്ട് തോറ്റു. എപ്പോ നോക്കിയാലും ഉണ്ടാവും ശല്യം. പോ കാക്കേ പോ. ആ മുത്തശ്ശി എന്തിനാ ഈ പാവം കാക്കകളെ ആട്ടി ഓടിക്കുന്നത്? കാക്കയ്ക്ക് ഭംഗിയില്ലാത്തത് കൊണ്ടാവാം. ആരെയും വില കുറച്ച് കാണുന്നത് അത്ര നല്ലതല്ല. അങ്ങനെ ഇരിക്കെ മുത്തശ്ശി വയ്യാതെ കിടപ്പിലായി. മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന മുത്തശ്ശി ജനാലയിലൂടെ തന്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന ഇലകളും കമ്പുകളും കണ്ട് വിഷമിച്ചു. അയ്യോ, എന്റെ വീടും പരിസരവും എല്ലാം ആകെ വൃത്തികേടായി കിടക്കുന്നല്ലോ. എന്താ ചെയ്യ? ഇനിയിപ്പൊ അസുഖമൊക്കെ മാറിയിട്ട് ഒക്കെ വൃത്തിയാക്കാം. ഒരു സഹായത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. വീട്ടുമുറ്റത്തെ മരക്കൊമ്പിൽ പതിവ് പോലെ വന്നിറങ്ങിയ കാക്കകൾക്ക് മുത്തശ്ശിയുടെ വീടും പരിസരവും പതിവില്ലാതെ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് കണ്ടപ്പോ എന്തോ സംശയം തോന്നി. മുത്തശ്ശി ഇവിടെ ഇല്ലേ? വീടും പരിസരവുമെല്ലാം ആകെ വൃത്തികേടായി കിടക്കുന്നല്ലോ. അത് ശരിയാണല്ലോ. എപ്പോഴും ഇവിടെ വൃത്തിയായി സൂക്ഷിക്കുന്ന മുത്തശ്ശിയല്ലേ? മുത്തശ്ശിക്ക് ഇതെന്തു പറ്റി? ഇനി വയ്യാതെയോ മറ്റോ ആയോ? മുത്തശ്ശി എവിടേക്കെങ്കിലും പോയോ? എന്നാ പിന്നെ നമുക്കിവിടെയൊക്കെ വൃത്തിയാക്കിയാലോ? അത് വേണോ? നമ്മൾ അത് ചെയ്താൽ മുത്തശ്ശിക്ക് ഇഷ്ടമാകുമോ? നമ്മളെ എപ്പോഴും വഴക്ക് പറയാറുള്ളതല്ലേ. അത് മുത്തശ്ശി മറ്റൊന്നും വിചാരിച്ച് പറയുന്നതാവില്ല. വാ കൂട്ടുകാരെ, നമുക്കിത് ചെയ്യാം. മുത്തശ്ശിക്ക് സന്തോഷമാവട്ടെ. ഇവന്മാർക്ക് കിട്ടിയതൊന്നും പോരെ. മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് എന്നും വരക്ക് വാങ്ങി കൂട്ടിയാലേ സമാധാനം ആവൂ. പക്ഷേ അവർ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? നല്ലതൊക്കെ തന്നെ. എന്തിനും ഏതിനും ഇവരെ വരക്ക് പറയുന്ന മുത്തശ്ശിക്ക് ഇഷ്ടമാവുമോ? ശരിയാ, നമുക്ക് നോക്കാം. കാക്കകൾ തന്റെ മുറ്റം വൃത്തിയാക്കുന്ന കാഴ്ച ജനാലയിലൂടെ കാണുന്ന മുത്തശ്ശിക്ക് കാക്കകളെ വഴക്കു പറഞ്ഞതിൽ വല്ലാത്ത വിഷമം തോന്നി. എന്റെ ഈശ്വര, ഈ പാവങ്ങളെയാണല്ലോ ഇത്രയും കാലം ഞാൻ ആട്ടി ഓടിച്ചത്. കലപില കൂട്ടി കുരുത്തക്കേട് കാണിക്കുന്ന ഈ കാക്കക്കൂട്ടത്തിന് ഇത്ര നല്ല മനസ്സുണ്ടായിരുന്നോ? ഏയ് മക്കളെ, പോകല്ലേ പോകല്ലേ, പേടിക്കണ്ടാട്ടോ. ഇനി ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഇത് കണ്ടോ, നെയ്യപ്പവാ. ഇത് നിങ്ങൾക്കുള്ളതാ. വാ, വന്ന് വയറ് നിറയെ കഴിച്ചോ. വാ മക്കളെ,
വാ, വന്ന് കഴിച്ചോ? സന്തോഷത്തോടെ മുത്തശ്ശി ഇലയിൽ വിളമ്പിയ നല്ല സ്വാദുള്ള നെയ്യപ്പങ്ങൾ കഴിക്കാൻ കാക്കകൾ കലപില ശബ്ദമുണ്ടാക്കി മുറ്റത്തേക്ക് പറന്നിറങ്ങി. അങ്ങനെ അന്നു മുതൽ മുത്തശ്ശിയും കാക്കകളുമായി വലിയ ചങ്ങാത്തത്തിലായി. തലവച്ചുപാറ ഗ്രാമനിവാസികൾക്ക് പട്ടണത്തിലെത്തണമെങ്കിൽ വനപാതയിലൂടെ ഏറെ ദൂരം സഞ്ചരിക്കണമായിരുന്നു. ഈ വനപാതയിൽ ആളുകളെ കൊള്ളയടിച്ചിരുന്ന 2 കൊള്ളക്കാരുണ്ടായിരുന്നു. ഇങ്ങനെയാണേൽ ആശാന്റെ പേരും ഈ ഞാൻ എഴുതി ചേർക്കും. എവിടെ? ചായക്കടയിലെ പറ്റുബുക്കിലാണോ? അല്ല ആശാനെ, പഞ്ചതന്ത്രം കഥയില് ആശാൻ ഒരു സംഭവമല്ലേ? കരടിതന്ത്ര കഥകൾ എന്ന പേരിൽ നീ പുതിയതൊന്ന് എഴുത്. എന്റെ വീരസാഹസിക കഥകൾ എല്ലാരും അറിയട്ടെ. അതിബുദ്ധിമാനും ശക്തനുമായ അങ്ങ് ഒറ്റയടിക്ക് ഒരു മാൻകിടാവിനെ നിലത്തു വീഴ്ത്തിയെന്ന് ആദ്യ വരിയായി കുറിക്കട്ടെ. അതിന് ഞാൻ ഇതുവരെയും ഒരു മാൻകിടാവിനെയും ഒറ്റയടിക്ക് വീഴ്ത്തിയിട്ടില്ലല്ലോ. ഇല്ല, പക്ഷേ ആശാനെ വീരനായകനാക്കാൻ നമ്മൾ ചുമ്മാതങ്ങ് എഴുതുവല്ലേ? അത് ശരി, ചുമ്മാ ചുമ്മാ. എന്നാ പിന്നെ ഈ കരടി ആശാൻ ഒറ്റയടിക്കൊരു സിംഹത്തെ വീഴ്ത്തിയെന്ന് ചുമ്മാതങ്ങ് കീച്ച്. എന്തായാലും താൻ എഴുതുന്നത് നുണയാണല്ലോ. ഓ, സിംഹം, ആശാന്റെ ആശ കൊള്ളാം. അത് വേണ്ട, സിംഹത്തെ തൊട്ടുള്ള കളി വേണ്ട. സിംഹരാജൻ ഈ കഥ വായിച്ച നമ്മുടെ കാര്യം കട്ടപ്പോക. ആരോ വരുന്നുണ്ട്. ആശാനെ, വിടരുതവരെ. വരൂ, എല്ലാം നമുക്ക് തട്ടിയെടുക്കണം. ഒറ്റയടിക്ക് ഞാൻ വീഴ്ത്തട്ടെ അവരെ. ആശാൻ അതിന് കഴിയും. ആശാനെ കൊണ്ടേ കഴിയൂ. അയ്യോ, കരടി കരടി എന്നെ കൊല്ലാൻ വരുന്നേ! എന്റെ പൊന്നടാവേ, പണിപാളിയല്ലോടാ. എന്താ ആശാനെ? ഇത് മുഴുവൻ ചുള്ളിക്കമ്പാണല്ലോടാ. ചുള്ളിക്കമ്പോ? എന്റെ പൊന്നാശാനെ, ഇത് കരിമ്പാ. ഇരുമ്പോ? ഓ, ഇരുമ്പല്ല, കരിമ്പ്. നല്ല മധുര കരിമ്പ്. ഓഹോ, ആഹാ. എന്നാൽ ഇന്നത്തെ കാര്യം കുശാൻ. യാത്രക്കാരിയായ സ്ത്രീയെ ഭയപ്പെടുത്തി ഓടിച്ച് അവര് കച്ചവടത്തിനായി കൊണ്ടുപോയ കരിമ്പ് മുഴുവൻ കൈക്കലാക്കിയ കരടി ആശാനും കുറുക്കനും അടുത്ത ദിവസം പുതിയ ഇരയെയും കാത്തിരിപ്പായി. ഇന്നലെ കഴിച്ച ഇരുമ്പ് ഇനിയും കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ കുറുക്കച്ച? ഹോ, മണ്ടൻ. ഇരുമ്പല്ല ആശാനെ, കരിമ്പ്. സാരമില്ല, ബുദ്ധിയില്ലേലും ശക്തി ഉണ്ടല്ലോ. എന്താടോ പറഞ്ഞേ? അല്ല, ഭയങ്കര ബുദ്ധിയാണെന്ന് പറയായിരുന്നു. ആശാൻ കരടിയല്ല, കയറ്. അല്ല, പയറാണ്, പയർ. പയറോ? എന്ത് പയറ്? പയറല്ല ആശാനെ, പയർ, തീ. ദേ, ഒരാള് വരുന്നുണ്ട്. ആശാനെ, ചാടി വീഴ്. ചാടി വീണ് കൈയും കാലും ഓടിക്കാനൊന്നും ഞാനില്ല. എന്നാ പതിയെ ചെന്ന് അയാളെ പിടിക്ക്. അയ്യോ, ഈ വഴിയിൽ മൃഗങ്ങളുടെ ഉപദ്രവം ഉണ്ടെന്ന് ആളുകൾ പറയുന്നത് ശരിയാണല്ലോ.
അയ്യോ രക്ഷിക്കണേ, അയ്യോ. ആ വിളിച്ചോ വിളിച്ചോ, എത്ര വിളിച്ചു കൂവിയാലും തന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല. ആ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെടുന്നതാണ് നിനക്ക് നല്ലത്. ഇത് എവിടുന്നാണ് നല്ല കാട്ടുതേനിന്റെ മണം? ആശാനെ, ഈ പാത്രത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഹായ്, നല്ല തേൻ. തേൻ തുള്ളി, ഹായ് തേൻ തുള്ളി, മധുരം മധുരം തേൻ തുള്ളി, ഹായ് ഹായ് ഹായ്. ആശാനെ, എനിക്കും തായോ. വനപാതയിലൂടെ വരുന്ന ആളുകളെ കൊള്ളയടിച്ചുകൊണ്ടുള്ള കരടി ആശാന്റെയും കുറുക്കന്റെയും കാട്ടിലെ സുഖവാസം മുന്നോട്ടു പോകവേ ഒരു ദിവസം, കുറുക്കച്ച, നമ്മുടെ താവളം ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? വല്ല പുതിയ താവളവും കണ്ടുപിടിക്കണം. വേണ്ട ആശാനെ, ആശാനുള്ളപ്പോ ഏത് ഇരയെയും നമ്മൾ കീഴടക്കും. നമുക്ക് ഈ താവളം തന്നെ മതി. കുറുക്കച്ചോ, താനത് കണ്ടോ? എന്തോ തൂക്കിപ്പിടിച്ചോണ്ടൊരാൾ വരുന്നുണ്ട്. ആശാനെ, അയാളുടെ കയ്യിലിരിക്കുന്ന ചാക്കിനകത്ത് കാട്ടുതേനാണെന്ന് തോന്നുന്നു. ഹോ, വീണ്ടും തേൻ. ആളുകൾ എന്നും ഇങ്ങനെ തേൻ കൊണ്ട് വന്നിരുന്നെങ്കിൽ. ആശാന്റെ ഭാഗ്യം. എന്നും ഈ വഴി കോഴിയുമായി ആരെങ്കിലും വരണേ എന്നാണ് എന്റെ ചിന്ത. ഒരു കരടിയും കുറുക്കനും വഴിയിൽ നിൽപ്പുണ്ടല്ലോ. ഇവരാണോ ഇതുവഴി പോകുന്നവരെ ഉപദ്രവിക്കുന്നത്? എങ്കിൽ ഇവർക്കിട്ടൊരു പണി കൊടുക്കണം. ദേ, അയാൾ ഓടുന്നു. അയാളുടെ കയ്യിൽ നിന്ന് വഴിയിൽ എന്തോ വീണിട്ടുണ്ടല്ലോ. വേഗം വാ, നമുക്ക് നോക്കാം. ആഹാ, നല്ല തേൻ. തേനോ? നോക്കട്ടെ. ഇത് ശരിക്കും തേൻ തന്നെ. ഇതിനിത്തിരി കനം കൂടുതലുണ്ടല്ലോ. ചിലപ്പോ വൻതേനായിരിക്കും. ഹായ് ഹായ്, എന്തൊരു മധുരം, എന്താ ടേസ്റ്റ്. ഇതിന് ഒട്ടലുണ്ടല്ലോ. ഇത് തേനോ പശയോ? അയ്യോ, അമ്പട ആശാനെ, എനിക്ക് തരാതെ തേൻ കുടിച്ചു മത്ത് പിടിച്ച് കിടക്കുവാണല്ലേ. എനിക്കും വേണം തേൻ. ആഹാ, തേൻ കുടിച്ചു മത്ത് പിടിച്ചപ്പോ എന്നോട് എടുക്കരുതെന്നോ അമ്പടാ. അയ്യോ പശ. നാളുകളായി അനേകരെ കൊള്ളയടിച്ച് സുഖിച്ചു കഴിഞ്ഞിരുന്ന കരടിയും കുറുക്കനും അന്നൊരു കാര്യം മനസ്സിലാക്കി. മറ്റുള്ളവരോട് ചെയ്യുന്ന ദ്രോഹത്തിന് ഒരിക്കൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കിട്ടുമെന്ന്.